അപ്പോൾ മക്കളെ ഇന്ന് നമ്മൾ വന്നിരുന്നതാക്കണം കേട്ടോ. ലത്തോഫ് പറഞ്ഞ ഈ ഒരു റിസോർട്ടിലാണ്, ഇരുമ്പുഴയാണ് കേട്ടോ ഈ റിസോർട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടെ യൂട്യൂബേഴ്സിൻ്റെ ഒരു ഇഫ്താറിൻ്റെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പോൾ ആ പരിപാടി കാണുന്ന എളുപ്പം പോയി. അപ്പോൾ ഈ റിസോർട്ട് വരുന്നത് മഞ്ചേരി ഇരുമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ റിസോർട്ട് വരുന്നത്. അപ്പോൾ മക്കളെ നല്ല ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി റിസോർട്ടാണ് കേട്ടോ അത്. അപ്പോൾ പാർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി റിസോർട്ടാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് കയറി നോക്കുക. അപ്പോൾ നമ്മൾ വന്ന് കയറുന്നോട് തന്നെ ഒരു സിറ്റ് ഔട്ട് മാറി പിന്നെ ഇതാക്കണ്ട നല്ല അടിപൊളി ഹാള്, വലിയൊരു ഹാളായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാക്കണ സോഫയും കാര്യങ്ങളൊക്കെ അത് അങ്ങനെ ഉണ്ട്. പിന്നെ നമുക്ക് പാട്ടൊക്കെ പാടണമെന്നുണ്ടെങ്കിൽ മൈക്കും സെറ്റും കാര്യങ്ങളും അതും ഉണ്ട് അങ്ങനെ. അപ്പോൾ ഇതാക്കണ പിന്നെ ഒരു ഡൈനിങ് ടേബിൾ അവിടെ ഇട്ട് വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഈ ഇപ്പുറത്ത് തന്നെ ഒരു അടുക്കളയാണ് കേട്ടോ. അപ്പം നമുക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു അടിപൊളി റിസോർട്ടാണ് കേട്ടോ. ഇവിടെ വന്ന് കഴിഞ്ഞാൽ മക്കളെ ഞങ്ങൾക്ക് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് പോകട്ടോ. അപ്പോൾ ഇതാക്കണ റൂമൊക്കെ ഇതാക്കണ നല്ല സെറ്റാണ് കേട്ടോ. AC-യും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ലക്ഷറി റിസോർട്ട് തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ ഇതാക്കണ ബാത്റൂമൊക്കെ ഉണ്ട്, നല്ല നീറ്റ് ആൻഡ് ക്ലീനായ ബാത്റൂമും കാര്യങ്ങളും അതും ഉണ്ട് കേട്ടോ. അപ്പോൾ മക്കളെ നമ്മളിവിടെ പിന്നെ നോമ്പ് അർപ്പിച്ചാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമ്മളിവിടെ കുറച്ച് യൂട്യൂബേഴ്സ് വന്നങ്ങാണ്ട് നമുക്കിവിടെ അങ്ങനെ നമ്മളിവിടെ കൂടാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവിടേക്ക് വന്നതാണ്. അപ്പോൾ അങ്ങനത്തെ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നോമ്പ് അർപ്പിച്ചാന്നൊക്കെ കരുതുന്ന ആൾക്കാരുണ്ടെങ്കിൽ വന്നോളി മക്കളെ, നല്ല അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് പോകാം. അപ്പോൾ ഇതാക്കണ അടിഭാഗത്തായിട്ടൊരു റൂമുള്ളൂ കേട്ടോ. പിന്നെ അതാ മേലെ നല്ല അടിപൊളി റൂം അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണ ഇവിടെ മേലെ തന്നെ നല്ല അടിപൊളി സൗകര്യം ഇല്ല. ഇതാക്കണേ നമുക്ക് ഇവിടെ ഒഴിഞ്ഞിരിക്കാൻ പറ്റിയ നല്ലൊരു ഹാൾ തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ നമുക്ക് നല്ല ഒരു രസമായിട്ടാട്ടോ തോന്നുന്നത്. പിന്നെ അതാക്കണ വലിയൊരു റൂമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ പുറത്തേക്കൊക്കെ നല്ല വ്യൂ ഉള്ളൊരു ഇതൊക്കെ ആയിട്ടുള്ളൊരു റൂമും കാര്യങ്ങളൊക്കെ അതും ഇവിടെ സെറ്റാണ് കേട്ടോ. പിന്നെ അപ്പുറത്തേക്കും ഉണ്ട് കേട്ടോ, പിന്നെ റിസോർട്ടും കാര്യങ്ങളൊക്കെ അപ്പുറത്തും ഉണ്ട്. അപ്പോൾ ഏതായാലും അതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല, ഒക്കെപ്പാടൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നോമ്പല്ലേ, ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കലും ഒക്കെ ഓരോ തിരക്കും കൂടി ഇനി അതുകൊണ്ട് തന്നെ പിന്നെ അതൊന്നും എടുക്കാൻ കൂടിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഇതാക്കണ ഈ റൂമിന് ബാത്റൂമും കാര്യങ്ങളും അതും ഉണ്ട് കേട്ടോ. പിന്നെ ഇതാക്കണ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ അടിപൊളി പാർക്ക് തന്നെ ഉണ്ട് കേട്ടോ. അവിടെ ഇതാക്കണ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ സെറ്റാണ്. അപ്പോൾ മക്കളെ ഇവിടെ വന്നങ്ങാണ്ട് പിന്നെ ഇവിടെ വന്നാൽ നമുക്ക് എന്താ പറയുക അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് പോകാം. പിന്നെയെന്ന് പറഞ്ഞാൽ പൊന്നാര മക്കളെ സ്വിമ്മിംഗ് പൂളിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിലോ വലിയ സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. നല്ല ആയല്ല, നല്ല കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ അടിച്ച് പൊളിച്ച് ചാടി തിമിർത്താൻ പറ്റിയൊരു അടിപൊളി പിന്നെ സ്വിമ്മിംഗ് പൂളാണ്. പിന്നെ നമുക്ക് ഇതാക്കണം കേട്ടോ, ഇഫ്താറിനൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റിയ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതാക്കണ ഊഞ്ഞാലും ഒന്നങ്ങനെ ആടി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ മക്കളെ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും കൊണ്ട് പോകുന്നോളി നമ്മളെ ലത്തൂഫ എന്ന് പറഞ്ഞ ഈ റിസോർട്ടിലേക്ക് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതിക്കൊന്ന് വിളിച്ചങ്ങാണ്ട് കോണ്ടാക്ട് ചെയ്തിട്ട് പോയാൽ മതി കേട്ടോ. എന്തായാലും ഇവിടെ വന്നാൽ നഷ്ടമാവില്ല മക്കളെ, അത്രയും നല്ലൊരു മനോഹരമായ റിസോർട്ട് തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് വീഡിയോ എടുത്ത് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഏതായാലും ഇതിൻ്റെ മേലേക്ക് ഈ പോണടുത്തൊക്കെ മേലൊക്കെ ഒരു റൂമും കാര്യങ്ങളൊക്കെ അല്ലേ നല്ല അവിടെ ഉണ്ട് കേട്ടോ അതേമാതിരി ഒരു റിസോർട്ട്. അപ്പോൾ താക്കണ ഇവിടെ ഇരുന്ന് കുട്ടികൾക്കും ആയാലും വലിയവർക്കായാലൊക്കെ കാരം ബോർഡ് കളിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം അതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഇനി നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം.
കരുത്ത് പുത്രിയുടെ